കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ഈ വൈകിട്ടത്തെ സെഷനിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമുക്ക് ലഭ്യമായി. ഇന്ന് വൈകിയ സമയം വീണ്ടും നാം ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ കർത്താവ് നമ്മോട് സംസാരിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. എത്ര പേരങ്ങനെ ഉറപ്പായി വിശ്വസിക്കുന്നു? അല്പം കൊണ്ടും അധികം കൊണ്ടും തൃപ്തി വരുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആള് കുറവാണ്, അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കില്ല എന്നൊന്നുമില്ല. ഉള്ളവർ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവരവർക്ക് ആവശ്യമായത് ദൈവം നൽകും. ഞാൻ ദിവസങ്ങളിൽ വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം നമ്മുടെ സഭയിൽ വലിയൊരു ആത്മീയ ചൈതന്യമുണ്ടാകണം, വലിയൊരു ഉണർവുണ്ടാകണം. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം, എല്ലാവരും ശക്തീകരിക്കപ്പെടണം, എല്ലാവരും ബലപ്പെടണം. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊന്നും ഈ ആത്മീക അനുഭവം എന്താണ് രുചിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ട് ഇടയ്ക്ക് ഇച്ചിരി മങ്ങിയതാണെന്ന് പറയാം. പക്ഷെ എന്നാലും നമുക്ക് അറിയാം അനുഭവിച്ചത്, അല്ലേ? ആ സന്തോഷം എന്താണെന്ന് എന്താ പറയുന്നത്, ഈ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ നമ്മളൊക്കെ ഒരല്പം, നമ്മളെന്നാ പറഞ്ഞാൽ നിങ്ങളെന്നല്ല, നിങ്ങളാരും വിഷമിക്കണ്ട, പൊതുവെ പറയുക. എന്നാലും നമുക്ക് അറിയാം, ഇത് കേൾക്കുമ്പോൾ പറയും സത്യമായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സത്യം, പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആരാധിക്കാൻ കഴിയുന്നില്ലല്ലോ, ആരാധനയിൽ ആ ആത്മീയ സന്തോഷം ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ലല്ലോ, ആ ദർശനം നഷ്ടപ്പെട്ടല്ലോ, ആ കാഴ്ചപ്പാട് കുറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ വിഷമം നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു അനുഭവത്തിൽ പോയിട്ടില്ല. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇപ്പോഴുള്ള തലമുറയുടെ മൊത്തം പറയുക. അതിനകത്ത് കുറച്ചു പേരെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ വന്നു നമ്മുടെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ആരാധന കണ്ടും കേട്ടുമൊക്കെ പോവുക. പകരം അവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് ശരിക്കും രുചിച്ചാൽ പിന്നെ അവർ നിങ്ങളോട് ആവശ്യം പറയത്തൊന്നുമില്ല. നമ്മളോട് പറയുമോ? കർത്താവ് അവരോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ അവർ പറയും, നമ്മളെ അവർ തിരുത്തും, ആത്മീയത്തിൽ തിരുത്തുകയല്ലേ, പപ്പ അങ്ങനല്ല ഇങ്ങനെയാന്ന് പറയും. സ്തോത്രം. ഇപ്പം ഇത് എൻ്റെ ആഗ്രഹം അതാ, ഇവരുടെ എല്ലാം മേലും അങ്ങനെ ആത്മപ്രവൃത്തി ഉണ്ടാകണം. ദൈവവും അങ്ങനെ ആഗ്രഹിക്കുന്നത്, അല്ലേ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. പിന്നെന്താ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ എന്തു ചെയ്യും? പ്രവചിക്കും. വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. ദാസന്മാരുടെ മേൽ വരെ എന്നാ അവിടെ പറഞ്ഞല്ലേ? അന്നത്തെ കാലത്ത് അത് പറയാ. വീട്ടിനകത്ത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ അവരുടെ എല്ലാം മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഒരു ആത്മപകർച്ച ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സഭയിൽ അതുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അത് വന്നെങ്കിലേ നമ്മുടെ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരികയുള്ളൂ. നമ്മളിപ്പം വളരെ ഭാരപ്പെടുന്നുണ്ട്. ഈ വചനമൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ കാര്യങ്ങൾ. ഈ വചനം അറിയാത്ത എന്നാന്ന് ചോദിച്ചാൽ ആത്മാവ് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവ് പഠിപ്പിക്കാതെ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മളൊക്കെ എത്ര പഠിപ്പിച്ചാലും ഈ പിള്ളേർക്ക് ഇതൊന്നും ഗ്രഹിക്കപ്പെട്ടതില്ല. അതിനെ പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഴമായി പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ എല്ലാവരെയും നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിന് നമ്മുടെ കണ്ണുനീര് വളരെ അത്യാവശ്യമാണ്.
ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന വചനം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ തിരുവചനമാണ്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ചു. നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് രാത്രി അറിയണം, ഈ വാക്യം വലിയ ആത്മിക സത്യങ്ങൾ നമ്മളോട് പറയുന്നു. യഹോവയെ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സ്തോത്രം. എല്ലാവർക്കും ഉള്ളതല്ല. യഹോവയെ കാത്തിരിക്കുന്നവർ, ദൈവത്തെ കാത്തിരിക്കുന്നവർക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യഹോവയെ കാത്തിരിക്കുക എന്നാ പറഞ്ഞത്, അല്ലേ? ദൈവത്തെ കാത്തിരിക്കുക. എന്താ ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥമെന്ന് പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ വെറുതെ ഇരിക്കുക എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ വെറുതെ എന്ത് ചെയ്യും? ഇരിക്കും, ഒരു കാര്യവുമില്ല. പക്ഷെ ഇവിടെ കാത്തിരിക്കുക എന്നുള്ള എബ്രായ ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം ഒരു ലക്ഷ്യത്തോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ വെറുതെ വന്നതാണെങ്കിൽ നിനക്കൊരു പ്രയോജനമില്ല. ഇത് മനസ്സിലാകുന്നവരാമേൻ പറഞ്ഞ. പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ ഒരു ലക്ഷ്യവുമില്ലാതെ വരുന്നവരുണ്ട്. വെറുതെ വന്ന് കണ്ട് കേട്ടിട്ട് പോകുന്നവരുണ്ട്. അവരോടല്ല വരുന്നവർ. ചിലരുണ്ടല്ലോ ഒരു ലക്ഷ്യത്തോടാ വരുന്നത്. ഇന്ന് ഞാൻ ആ കൂട്ടായ്മയ്ക്കകത്ത് പോകുന്നതിന് പിന്നിൽ, ദൈവത്തെ കാത്തിരിക്കുന്നതിന് പിന്നിൽ, പ്രാർത്ഥിക്കുന്നതിന് പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് പകൽ ആ ലക്ഷ്യം എന്താണ്? അതാണ് വിഷയം. ഞാൻ ഇന്ന് പകൽ ഈ രാത്രി കഷ്ടം സഹിച്ചല്ല, നല്ല ദൂരമില്ലേ, ആ ദൂരമൊക്കെ സഹിച്ച് ഇന്ന് രാത്രി ഇവിടെ വന്നത് ആമേൻ എന്തിനാണെന്നുള്ളത് പരിശുദ്ധാത്മാവിനറിയാം. ആത്മാവ് പറയുക ഒരു ലക്ഷ്യത്തോടെ, ആമേൻ ഒരു പ്രതീക്ഷയോടെ. ആമേൻ ഞാൻ ദൈവത്തിൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയാ, ആമേൻ ലക്ഷ്യത്തോടെ പ്രതീക്ഷയോടെ അവന്റെ അടുത്ത് വന്നവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. 12 സംവത്സരം രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീയെ, ഹല്ലേലൂയ, അവൾ പല വൈദ്യന്മാരാൽ ഏറിയ ഒന്ന് സഹിച്ചു, തന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ കേൾക്കുകയാ, നസ്രയനായ യേശു വരുന്നുണ്ട്, അവൻ സൗഖ്യദായകനാണ്, അവൻ വിടുവിക്കുന്നവനാ. അവൾ തീരുമാനിച്ചു, വീട്ടിൽ നിന്നൊരു കാര്യം തീരുമാനിച്ചിട്ടാ ഇറങ്ങിയത്. ആ ഇറങ്ങിയത് വെറുതെ ഇറങ്ങിയതല്ല. വെറുതെ ഒന്ന് കണ്ടു നോക്ക, ഒന്ന് പറഞ്ഞു നോക്ക, ഒന്ന് പോയി നോക്ക. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നായിരുന്നില്ല ആ സ്ത്രീയുടെ ചിന്ത. അവൾ വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാ വന്നത്. ഞാനിത് വെറുതെ പോകുകയല്ല, ഞാൻ പോകുന്നത് ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊടാൻ വേണ്ടി പോകുക. ഞാൻ പോകുന്നതിന് പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊടണ. എനിക്കറിയാം എന്റെ ലക്ഷ്യമതാ. ഞാനൊന്ന് തൊട്ടാൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലില് ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് എനിക്കറിയാം. ആ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചത്. സ്വത്രം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ഒരു ലക്ഷ്യം വേണമെന്നേ. തമ്പുരാന്റെ സന്നിധിയിൽ വരുന്നതിന് ലക്ഷ്യം വേണം. പ്രാർത്ഥനയ്ക്കിരിക്കുന്നതിന് ലക്ഷ്യം വേണം. ഹല്ലേലൂയ. ലക്ഷ്യത്തോടെ വന്നതെങ്കിൽ നീ ഇന്ന് വിടുതൽ പ്രാപിക്കും. ലക്ഷ്യത്തോടെ നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. ആമേൻ. നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തോടാണെങ്കിൽ അതിന് പിന്നിൽ ചിലത് വ്യാപരിക്കും.
എന്താ നിങ്ങളുടെ ലക്ഷ്യം? ഇന്ന് രാത്രി ഓരോരുത്തരോട് ചോദിക്കുക, എന്താ ഈ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ വന്നതിന്റെ പിന്നിൽ ലക്ഷ്യം? ഓ ഹല്ലേലൂയ, പാസ്റ്റർ ഞാനിത് വെറുതെ വന്നതല്ല. ഇന്ന് രാത്രി എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്, എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഓ, നിങ്ങൾ ആരെടുത്താ വരുന്നത്? ആരെടുത്താ വരുന്നേ? സർവശക്തന്റെ അടുത്തോട്ടാ. ആരെയാ കാത്തിരിക്കുന്നത്? സകല പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിവുള്ളവന്റെ അടുത്താ. അവിടെ ചെല്ലുമ്പോൾ ഒരു ലക്ഷ്യം വേണ്ടേ? അവിടെ ചെല്ലുമ്പോ നിനക്കൊരു പദ്ധതി ഉണ്ടാകണ്ടേ? പറയാൻ ചില കാര്യങ്ങൾ ഉണ്ടാകണ്ടേ? ഓ, നിനക്ക് എന്തോ വേണമെന്ന് ചോദിക്കുമ്പോ, എന്താ നിന്റെ ആവശ്യമെന്ന് ചോദിക്കുമ്പോ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, അവരുടെ മുഖത്തോട്ട് നോക്കാതെ, ഇവരുടെ മുഖത്തോട്ട് നോക്കാതെ, എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറയാ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതെന്ന് പറയാ, ഇന്ന കാര്യത്തിന് വേണ്ടി അതിന് വന്നതെന്ന് പറയാ. ഇന്ന് രാത്രി ചിലർക്ക് ലക്ഷ്യത്തോടെയാണോ അവൻ ആലയത്തിനകത്ത് വന്നത്? അവൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ ലക്ഷ്യത്തെ കാണുകയാ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് രാത്രി ഇവിടെ വന്ന ഒരു ലക്ഷ്യത്തോടാ, ഒരു ലക്ഷ്യത്തോടാ. ഈ ലക്ഷ്യം നേരത്തെ ഉറപ്പിക്കണം. നേരത്തെ എന്ത് ചെയ്യണം? ഉറപ്പിച്ചേച്ച് വേണം വരാൻ, അല്ലേ? അർദ്ധരാത്രി ശലോമോന്റെ അടുത്ത് ദൈവം വന്ന് ചോദിച്ചു, നിന്റെ ആരാധനയും എന്നെ കാത്തിരുന്നതും എന്നെ പ്രസാദിപ്പിച്ചതും നീ പണിത ആലയമൊക്കെ എനിക്കിഷ്ടമായി, അല്ലേ? നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? എന്താ നിന്റെ ആവശ്യം? എന്താ ആവശ്യം? ജീസസ്, ജീസസ്, ഒരു പദ്ധതിയുണ്ട് ഹൃദയത്തിൽ. ഈ ദൈവത്തെ ഞാൻ കാണുകയാണെങ്കിൽ, അവൻ എന്നോട് എന്തു വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കാത്തിരിപ്പിന് പിന്നിൽ ഒടുവിൽ അവൻ വരുമ്പോൾ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ജീസസ്, 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 എന്താ നിനക്ക് വേണ്ടത്? ശലോമോൻ സംശയമില്ലാതെ പറഞ്ഞു, എനിക്ക് നിന്റെ ജ്ഞാനമാണ് വേണ്ടത്. ഈ ജനത്തെ ഭരിക്കാനുള്ള വിവേകമായി എനിക്ക് വേണ്ടത്. ജീസസ്, ജീസസ്. ലക്ഷ്യം കറക്റ്റാണെങ്കിൽ, അല്ലേ, കിട്ടുന്നത് ഡബിളാ. ഒരാമയും പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. ലക്ഷ്യം കൃത്യമാണെങ്കിൽ കിട്ടുന്നത് ഡബിളാ. ഡബിൾ പ്രമോഷൻ എന്ന് പറയത്തില്ലയോ? എന്തുവാ ചോദിച്ചേ? ജ്ഞാനം. തമ്പുരാന് ബോധിച്ചു. തമ്പുരാൻ പറഞ്ഞു, ജ്ഞാനം മാത്രമല്ല, നീ ചോദിക്കാത്ത സമ്പത്തും സകലം ഞാൻ നിനക്ക് തരിക. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ലക്ഷ്യമുണ്ടോ? എന്തുവാ ലക്ഷ്യം? ആത്മീയൻ എന്തോ ലക്ഷ്യത്തിലാണ് ഇങ്ങോട്ട് വരേണ്ടത്, എന്തോ ലക്ഷ്യത്തിനാണ് കാത്തിരിക്കേണ്ടത്. നിന്റെ ലക്ഷ്യം അവിടത്തേക്ക് ബോധിക്കുന്നതായിരിക്കണം. അവിടത്തേക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നീ ചോദിക്കാത്തത് കൂടെ തരും. ദൂതുപിടി കിട്ടുന്നവർക്ക് ഈ രാത്രി ആമേൻ പറയാ. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഞാൻ ഉപവസിക്കുകയാ, ഞാൻ ദൈവമുഖം അന്വേഷിക്കുകയാ, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, ഞാനൊരു പ്രതീക്ഷയോടെയാ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ വന്നത്, ഞാൻ ചില ചിന്തയോടെയാ വന്നത്, ഞാൻ കാത്തിരിക്കുന്നത് വെറുതെ അല്ല, ഞാൻ ആകാശത്തെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരെ പോലെ അല്ല, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാത്തിരിപ്പ് വെറുതെ ഉള്ള കാത്തിരിപ്പല്ല, പിന്നെ ലക്ഷ്യം. ഉപവാസം വന്നു, എന്തിനാ ലക്ഷ്യം? എന്തുവാ ലക്ഷ്യം? പാസ്റ്ററെ ഉപവസിക്കണമെന്ന് തോന്നി അങ്ങ്? അല്ലല്ല, ഇതിനൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, ദൈവം പ്രസാദിക്കുന്നതാണെങ്കിൽ ചോദിക്കാത്തതും കിട്ടും. സ്തോത്രം, സ്തോത്രം, അല്ലേ? ഇല്ലേച്ചാ? സ്തോത്രം. അപ്പം അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറുതെ വരരുത്. സ്തോത്രം. പ്രതീക്ഷയോടെ വരണം.
സ്തോത്രം. ചിലത് ചോദിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് വരണം, ചിലത് പ്രതീക്ഷിച്ചുകൊണ്ട് വരണം. ഏത് കൂട്ടായ്മയ്ക്കും അങ്ങനെ വേണം വരാൻ. ഇന്ന് എൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യും. അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം. ഇന്ന് എനിക്കൊരു ആത്മശക്തി പ്രാപിക്കണം കർത്താവേ. ഇന്ന് എനിക്ക് ദൈവശബ്ദം കേൾക്കണം കർത്താവേ. ജീസസ് ജീസസ് ജീസസ്. പ്രതീക്ഷയോടെ വന്നേ, ദൈവം അത് സാധിപ്പിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തീരുമാനിച്ചാ വന്നേ. എന്താ? വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടണം. നിങ്ങൾ നോക്കണം, ലക്ഷ്യത്തോടെ വരുന്നതെങ്കിൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റും. ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ എന്തോ ഉണ്ട്? തടസ്സങ്ങൾ ഉണ്ട്, ഒരുപാടുണ്ട്. വേറെ ഒന്നിനും ഇത്ര തടസ്സം ഇല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ദൈവത്തെ കാത്തിരിക്കാനും തുടങ്ങിയ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഈ തടസ്സങ്ങളുടെ മുമ്പിൽ എങ്ങനെ ജയിക്കാൻ പറ്റും? എങ്ങനെ ജയിക്കാൻ പറ്റും? ആര് ജയിക്കും? ആര് ജയിക്കും? ലക്ഷ്യത്തോടെ വന്നവൻ ജയിക്കും. അതും പിടി കിട്ടിയോ? എന്തിനാ ഞാൻ വന്നേ? എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നേടാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഒരാമൻ പറയണേ. മനസ്സിലായോ? സ്തോത്ര. സ്ത്രീയോട് ചോദിച്ചേ, ഇത്രയും തിരക്കല്ലേ, ഇത്രയും പുരുഷാരമല്ലേ, ഇത്രയും പ്രതിസന്ധിയല്ലേ, നീ ഒരു സ്ത്രീയല്ലേ, നിന്നെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ന്യായപ്രമാണ പ്രകാരം അശുദ്ധമല്ലേ, അല്ലേ? നീ എവിടെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ലേ? പക്ഷേ അവൾ ഒതുങ്ങില്ല, അവൾ ഭയപ്പെടില്ല. കാരണം അവൾക്ക് കാത്തിരിപ്പിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇന്ന് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയുന്നത്. ഉപവാസത്തിന് എന്താ ഉണ്ടായിരിക്കണം? ലക്ഷ്യം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് എന്താ ഉണ്ടായിരിക്കണം? ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യമുള്ളവര് തടസ്സങ്ങളെ അതിജീവിക്കും. പിശാച് എത്ര ബാരിക്കേഡുകൾ ഉയർത്തിയാൽ പ്രതീക്ഷയുള്ളവൻ അത് ചാടിക്കടക്കും. ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുക. പ്രാർത്ഥിക്കാൻ നേരത്ത് ഉറക്കം വരുമല്ലേ, പക്ഷെ ലക്ഷ്യമുള്ളവൻ ആ ഉറക്കത്തെ മറികടക്കുക. അവൻ ആരാധിക്കുമ്പോൾ ക്ഷീണം വരുമല്ലേ, പക്ഷെ ലക്ഷ്യബോധമുള്ളവൻ ആ ക്ഷീണത്തെ മറികടക്കുക. വചനം ധ്യാനിക്കുമ്പോൾ വലിയ പോരാട്ടമല്ലേ, പക്ഷെ ഒരു ലക്ഷ്യമാകത്തുള്ളവൻ ഇതിനെല്ലാം ചാടിക്കടക്കുക. ആത്മജീവിതത്തിന് തടസ്സമായി എന്തെല്ലാം പ്രതിസന്ധികൾ ഉയർന്നാൽ ഒരു ലക്ഷ്യമുള്ളവൻ എല്ലാത്തിനെയും ചാടിക്കടക്കും. സ്തോത്രം. പലപ്പോഴും തോക്കുന്നത് എന്തുകൊണ്ടാ? ലക്ഷ്യമില്ല. ലക്ഷ്യം വന്നാൽ അല്ലേ, രാത്രി മുഴുവനും മല്ല പിടിച്ച എന്തിനാ? അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ, ഈ അനുഗ്രഹം കൊണ്ടല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റുകയല്ല, അല്ലേ? യാബോക്ക് കടവ് കടക്കാൻ എനിക്ക് പറ്റത്തില്ല, അതിനപ്പുറം ഒരു ജീവിതമില്ല. ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടാതെ, ഇന്ന് രാത്രി എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുത്താതെ, ഇന്ന് രാത്രി എനിക്കൊരു വീടുകൾ തരാതെ ഇതിനപ്പുറത്തൊരു ജീവിതമില്ലെന്ന് ഉറപ്പായാൽ അതൊരു ലക്ഷ്യമാകട്ടോ. ആ ടാർഗറ്റ് മുമ്പിലുണ്ടെങ്കിൽ അവർ നിൽക്കും, അവർ മല്ലുപിടിക്കും, അവര് കരയും, അവര് നിലവിളിക്കും. അവരോടുള്ള ദൂത് ഞാൻ പറയാ, അവര് പരാജയപ്പെടത്തില്ല. ഉഷസുദിക്കുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ്, പ്രതിസന്ധി വരുന്നതിന് മുമ്പ് അവർ വിജയിച്ചിരിക്കും, അവർ നേടിയിരിക്കും, അവർ പ്രാപിക്കും. സ്തോത്രം. ശ്രദ്ധിക്കണം. നേരം വെളുക്കാറായപ്പോഴത്തേക്ക് ദൂതൻ പറയും, എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ. ഞാൻ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് അല്ല, നമുക്കൊരു ചിരിയും വരും. കാര്യം എന്തറിയോ? ഇപ്പൊ ദൂതന് പോണം, ഇവ എന്ത് ചെയ്യില്ല. എല്ലാം പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഇപ്പൊ ദൂതന് പോണം, നീ എന്നെ ഒന്ന് വിട്. അവിടെയുള്ള ആ പിടുത്തം നിങ്ങൾക്ക് എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ദൂതനുമായിട്ട് മൽപ്പിടുത്തം. ഏതാ? പഞ്ചഗുസ്തിയൊന്നും ആയിരുന്നില്ല. ദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തം പഞ്ചഗുസ്തി ആയിരുന്നില്ല. പിന്നെ എന്നായിരുന്നു? കരഞ്ഞപേക്ഷിച്ചെന്നാ പ്രവാചകനായ ഹോശേയ പറയുന്നത്. അവൻ ദൂതനോട്
കരഞ്ഞപേക്ഷിച്ചു. കണ്ണുനീരാ വിഷയം. നീ കരച്ചിലൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ ഞാൻ പോകാമായിരുന്നെന്നാ. നിന്റെ കണ്ണുനീര് മറികടന്ന് എനിക്ക് പോകാൻ പറ്റുകയില്ല. നിന്റെ ഈ കണ്ണുനീരിന് പരിഹാരമുണ്ടാക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. നീ ഈ കരച്ചിലൊന്ന് നിർത്തുക. എന്താ യാക്കോബിന്റെ മറുപടി? ഇല്ല, എന്റെ കണ്ണ് ഈ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരത്തില്ല. ഈ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരത്തില്ല. നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഈ കരച്ചിൽ നിർത്തത്തില്ല. ഉപവാസ പ്രാർത്ഥന ലക്ഷ്യത്തോടെ വരുന്നതാ ആച്ച. ഒരു വിടുതൽ കിട്ടാതെ ഞാൻ കരച്ചിൽ നിർത്തത്തില്ല. ഒരു വിടുതൽ കിട്ടാതെ എന്റെ കണ്ണ് നീര് വറ്റത്തില്ലെന്ന് തീരുമാനമുണ്ടോ? ഏത് വിഷയമാകട്ടെ, ഏത് വലിയ വിഷയമാകട്ടെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരോട് ദൂത് പറയുകയാ. ആമേൻ, സ്തോത്ര. നിന്റെ കണ്ണുനീര് മറികടന്നു പോകത്തില്ല. സ്തോത്രം. അപ്പോ കാത്തിരിപ്പെന്ന് പറയുന്നത് എന്താണ്? നിഷ്ക്രിയമായിട്ട് ചുമ്മാ ഇരിക്കുകയല്ല, ലക്ഷ്യത്തോടെ കാത്തിരിക്കുക. ആ ഭാഗം അങ്ങ് വിടുക കേട്ടോ. എനിക്ക് അതിനകത്തിന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. കാത്തിരിപ്പ് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ഈ രണ്ട് കയറുകൾ തമ്മിൽ ഇഴ ചേർന്ന് ഇരിക്കുന്നത് പോലെ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പൊ കാത്തിരിപ്പിനകത്ത് എങ്ങനെയാ ദൈവത്തിൻ്റെ ശക്തിയും നിന്റെ ബലഹീനതയും തമ്മിൽ യോജിക്കുക. സ്തോത്രം. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചേർന്ന് വസിക്കുക എന്നല്ലേ ദൈവത്തോട്. അതാ ഈ കാത്തിരിപ്പെന്ന് പറയുന്നത് ദൈവശക്തിയിലാ, നിന്റെ കഴിവിലല്ല. നമ്മുടെ കഴിവിൽ കാത്തിരുന്ന എത്ര നേരം കാത്തിരിക്കും? പല ആളുകളും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന ശരിക്കും എടുക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ക്ഷീണം മാറത്തില്ലേ? മാറുമോ? മാറും. ഞങ്ങളൊക്കെ 40 ഇരുന്നിട്ടുണ്ട്, 21 ഇരുന്നിട്ടുണ്ട്. എല്ലാം കഴിച്ചിട്ടാണോ? ആണോ? നല്ലൊരു ദൂത് കേൾക്കുമ്പോൾ ദൈവസാന്നിധ്യം വ്യാപരിക്കും, മതി, ക്ഷീണം മാറി. പക്ഷേ ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുകയല്ല. ഇപ്പം പരിചയമില്ല. ഇപ്പോഴത്തെ ഉപവാസമൊക്കെ വേറെയാ, അതുകൊണ്ട് അവർക്ക് അറിയില്ല. പക്ഷെ ഇരിക്കുന്നവർക്കറിയാം. പക്ഷേ നല്ലൊരു ദൂത് കേട്ടില്ലെങ്കിൽ, നല്ലൊരു ആരാധന വെളിപ്പെട്ടില്ലെങ്കിൽ ക്ഷീണമായിരിക്കും. അനുഭവിച്ചിട്ടുള്ളവർക്ക് രാമൻ പറയാം. ശരിക്കും ഉപവാസമൊക്കെ ഇരിക്കുമ്പോഴേ അന്നൊരു നല്ല ആരാധന ഉണ്ടായില്ലെങ്കിൽ, നല്ലൊരു വചനം കേട്ടില്ലെങ്കിൽ എന്തുമായിരിക്കും? അവ ശരിക്കും ഒരു ആരാധന ഉണ്ടായി, ശക്തമായി ആത്മാവിൽ ആരാധിച്ചു, ജീവന്റെ വചനം കേട്ടാൽ അയ്യോ ഒരു ക്ഷീണവും ഇല്ല. സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഉപവാസം എന്ന് പറയുന്നത് തിരുവചനം കേൾക്കാതെ ആരാധിക്കാതെ ഉള്ള കാത്തിരിപ്പ് നിന്നെ ക്ഷീണിപ്പിക്കും. മനസ്സിലാവുന്ന രാമൻ പറഞ്ഞാട്ട്. സ്തോത്രം. നീ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നാൽ പറ്റുകയല്ല. നീ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ തിരുവെഴുത്ത് വായിച്ചിരിക്കണം, അത് ധ്യാനിച്ചിരിക്കണം, ശരിക്കും ആരാധിച്ചിരിക്കണം. അപ്പം ആരാധനയുടെയും വചനധ്യാനത്തിൻ്റെയും ആമേൻ അല്ലേ ഒരു അനുഭവത്തിൽ കാത്തിരുന്നാൽ എന്തുണ്ടാവത്തില്ല? ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല എന്ന സത്യം അറിയാവുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യും. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് പോയാലും വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം? വചനം ധ്യാനിക്കണം, ആരാധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ക്ഷീണവും ഉണ്ടാകില്ല. ഉപവസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഉപവാസം ഇല്ലെങ്കിലും ഇതൊരുമിച്ച് നിന്നാൽ നിങ്ങൾ ശക്തരാകും. അല്ലെങ്കിൽ പിശാച് നിങ്ങൾ എന്ത് ചെയ്യും? പലതരത്തിൽ ക്ഷീണിപ്പിക്കും. അപ്പോൾ ആ ഭാഗം വിടുക. ശരിക്കും കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യത്തോടെയുള്ള ഇരിപ്പ. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അല്ലേ? ശക്തിയെ പുതുക്കും. അപ്പൊ ദൈവത്തെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഈ പുതുക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രം, അതായത് ഈ പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രം ധരിക്കുക. അതുപോലെയാ. മുഷിഞ്ഞത് മാറ്റി പുതിയൊരു വസ്ത്രം ധരിക്കുക. അപ്പൊ എൻ്റെ ശക്തിയെ പുതുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ബലഹീനമായ എൻ്റെ ശക്തി, അതുകൊണ്ട് ഒരു ഗതിയും എനിക്കുണ്ടാകാൻ പോകുന്നില്ല. ആ ശക്തി കൊണ്ട് എനിക്കൊന്നും പറ്റില്ല. അവിടേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരുന്നതാണ് ശരിക്കും ഇവിടെ ശക്തി ധരിക്കുക എന്ന് പറഞ്ഞാൽ.
ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വരിക. എന്നെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം വേഗം വായിക്കാം. എൻ്റെ ശക്തി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ 1-ാമത്തെ ദിവസം 2-ാമത്തെ സെഷനിൽ വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് കൃപ പ്രാപിക്കാനുള്ള സമയമാണ്. എൻ്റെ കൃപ നിനക്ക് മതി. 2, ആ കൃപയ്ക്കകത്ത് എന്താ പാക്കേജിലുള്ളത്? ദൈവത്തിൻ്റെ ശക്തിയാ. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇതാ പുതുക്കം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കാൻ ക്ഷീണം വരും, ആരാധിക്കാൻ ക്ഷീണം വരും. ഈ ക്ഷീണം മാറണമെങ്കിൽ ദൈവശക്തി വന്നു കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആമൻ, നീ ക്ഷീണമില്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ക്ഷീണം കൂടാതെ ആരാധിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി അതാ ഞാൻ പറഞ്ഞത്, ക്ഷീണിച്ച വന്നത്, ആമൻ, തളർന്ന വന്നത്, ഒട്ടും ബലമില്ലാതെ വന്നത്. പക്ഷേ ആമൻ, ഈ വചനത്തിനകത്തിരുന്നപ്പോ, ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോ, ആരാധിച്ചപ്പോ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകർന്നു. അപ്പോൾ എന്താ ഒരു കൈമാറ്റമുണ്ടായി. അവന്റെ അത്യന്ത ശക്തി, അവന്റെ ബലം നിന്റെ ഈ മൺകൂടാരത്തിന് മേൽ ഇറങ്ങി വന്നു. അത് നിന്റെ ബലഹീനതയില് തികഞ്ഞു വരാൻ തുടങ്ങി. ആളുമാറിയവരെ പോലെ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അതിന്റെ തെളിവാണ് കാരാഗ്രഹത്തിൽ സംഭവിച്ചത്, അല്ലേ? കാരാഗ്രഹത്തിൽ പൗലോസിനെയും ശീലാസിനെയും ഇടുന്നതിന് മുമ്പ് ശരിക്ക് തല്ലി അടിച്ചു, അല്ലേ? വസ്ത്രം വലിച്ചു പറിച്ചു കളഞ്ഞു, വലിച്ചിഴച്ചു കൊണ്ടുപോയി, അല്ലേ? അവരുടെ കാലാമത്തിലിട്ടു. പ്രൈസ് ദി ലോർഡ്. ശരീരം മുഴുവൻ വേദനയാ, ബലഹീനതയാ. പക്ഷേ പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ്, ഞങ്ങളുടെ ഈ ശക്തി കൊണ്ട് ഇന്നിവിടെ ആരാധന നടക്കില്ല. ഞങ്ങളുടെ ശരീരം ബലഹീനമാ, വേദനയാ. പക്ഷേ ഈ കാരാഗ്രഹത്തിന് വെളിയിൽ ഞങ്ങൾ വരണമെങ്കിൽ അങ്ങയുടെ മഹത്വം ഇവിടെ വെളിപ്പെടണം. ഏത് കാരാഗ്രഹത്തിനകത്തും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ബലഹീനത നിന്നെ ആരാധിക്കുന്നതിന് തടസ്സമാകരുത്. ഞങ്ങളുടെ വേദന ഇന്ന് നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിന് തടസ്സമാകരുത്. കർത്താവേ, ഞങ്ങൾ അടുത്തു വരുന്നു. നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വരണമേ. നിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. നിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. അർദ്ധരാത്രിയായപ്പോ ഒരത്ഭുതം സംഭവിച്ചു. അവിടെ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചു, ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ചു. ആളുമാറിയവരെ പോലെ വേദനയുള്ള ആ ശരീരത്തിൽ നിന്ന്, അല്ലെ, ബലഹീനമായ ശരീരത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയരാൻ തുടങ്ങി. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. അവർക്ക്, അല്ലേ, തലമുറയിൽ ഉണ്ടായിരുന്നവർ ശ്രദ്ധിച്ചു, എന്ത് അത്ഭുതമാ, എന്ത് ബലത്തിലായി ഇവർ ആരാധിക്കുന്നത്, എന്ത് ശക്തിയിലായി ഇവർ ആരാധിക്കുന്നത്. അയ്യോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണമേ, അത് മനുഷ്യന്റെ ബലമല്ല, മനുഷ്യന്റെ കഴിവല്ല, അതാണ് അത്യന്ത ശക്തി. യഹോവയെ കാത്തിരിക്കുന്നവൻ ദൈവം കൊടുക്കുന്ന ശക്തി അങ്ങനെ. സ്തോത്രം. മരണം കാത്തു കടന്നവനായി ഏലിയാവിൻ്റെ മുമ്പിൽ ദൈവം എന്ത് ചെയ്തു? തുരുത്തിയിൽ വെള്ളവും അപ്പവും കൊടുത്തു, ശരിയല്ലേ? ഇത് കഴിച്ചു, കിടന്നുറങ്ങി, പിന്നെയും കൊടുത്തു, ശരിയല്ലേ? എന്താ ഒടുവിൽ സംഭവിച്ചത്? പറഞ്ഞു, ഇനി ഇടയ്ക്ക് വെച്ച് തരാൻ പറ്റുകയില്ല, ഒരു 40 ദിവസം കണ്ടിന്യൂസ് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ നടക്കണം. തീർന്നില്ല, അവിടെ വെച്ച് ഒന്നും കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. തിരിച്ചും നടക്കണം. എവിടെയാണോ ഇനി കിട്ടുന്ന സമയത്ത് കഴിക്കാം, അതുവരെ നീ നടക്കണം. മനസ്സിലാകുന്നവർക്ക് ആമേൻ പറയാം. ജീസസ് ഇന്ന് രാത്രി ഇത് ശരിക്കും പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചാലുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ക്ഷീണം മാറാനുള്ളതാ, നിന്റെ ബലഹീനത മാറും. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? ഏലിയാവെന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം 40 രാവും 40 പകലും കണ്ടിന്യൂസ് നടക്കുക.
എന്താ ഏലിയാവേ നീ നടക്കാൻ കാരണം? നിനക്ക് ഈ കരുത്ത് എവിടുന്ന് കിട്ടി? നിനക്ക് ഈ ബലം എവിടുന്ന് കിട്ടി? ഈ ബലം അവൻ ഏലിയാവിന്റെ ബലമല്ല, ഇത് മനുഷ്യന്റെ ബലമല്ല, ഇത് ദൈവം കൊടുത്ത ബലമാ. ഇന്ന് രാത്രി വചനങ്ങൾക്ക് ദൈവവൈതലേ ആമൻ സ്തോത്ര. വെല്ലുവിളികളുടെ നടുവില്, പ്രശ്നങ്ങളുടെ നടുവില് ക്ഷീണിച്ചു പോകാതെ നടക്കാ, തുടർച്ചയായി നടക്കാ. നിന്റെ കാലുകൾക്ക് അവൻ ബലം തരുന്ന ദൈവ. ഇന്ന് പകൽ പ്രതിസന്ധികളെ ചാടിക്കടക്കാൻ ബലം തരുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് അവൻ മുമ്പിൽ പകച്ചു നിൽക്കാതെ അവൻ നടക്കാൻ ബലം തരുന്ന കർത്താവ് വന്നിട്ടുണ്ട്. അവന്റെ ബലം നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ബലമാ. സ്തോത്രം. ഇന്ന് രാത്രി മാത്രമല്ല, ഈ തുടർച്ചയായ ദിവസങ്ങളിൽ നിങ്ങളോട് ഞാൻ ശുശ്രൂഷിക്കുന്നു. ഒരുപക്ഷെ ആൾക്കാർക്കറിയില്ല, ഇങ്ങനെ ഇവിടെ നിന്ന് മിണ്ടാതെ നിന്ന് ഏറ്റവും പതുക്കെ നിന്ന് ദൈവത്തിന് മഹത്വം. ഇന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്, ഇത് പറയുന്നതിന് ഒരു ക്ഷീണവും ഇല്ല, എത്ര മണിക്കൂർ വേണേലും പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആത്മശക്തിയാൽ നിറയപ്പെട്ട് ഈ ആത്മാവിൻ്റെ ദൂത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് സ്വന്തം ബലത്തിലല്ല, സ്വന്തം കഴിവിലല്ലച്ച. കഴിവിലാണെങ്കിൽ എപ്പോഴേ പോയി അവിടെ കിടക്കേണ്ട സമയം കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഇന്ന് തുടർച്ചയായിട്ട് ഇത് എത്രാമ? 1, 2, 3, 4, 5, 6ാമത്തെ സെഷനാ തുടർച്ചയായി. നാളെ രാവിലെ കായംകുളത്ത് പരസ്യയോഗത്തിന് പ്രസംഗിക്കണം. ഇതൊന്നും നമ്മുടെ ബലമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാ. ഇന്ന് രാത്രി ഈ വചനം വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയുന്നു, ഈ ശക്തി ദൈവം നിങ്ങൾക്ക് തരും. കാത്തിരിക്കുന്നവർക്ക് ദൈവം അതാ കൊടുക്കുന്നത്. ഈ ബലം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ബലഹീനത മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ തന്നെയാണോ ഇത് ചെയ്തത്? നീ തന്നെയാണോ ഈ പറയുന്നത്? നീ തന്നെയാണോ ഈ പോകുന്നത്? അവന് അത്ഭുതം കൂറുമാറ് ദൈവിക ബലം പകരുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. കാത്തിരിക്കുന്നവർക്ക് ബലം കൊടുക്കുന്ന ദൈവം. നിങ്ങൾ മോശയെ നോക്കിക്കേ. 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ദൈവത്തിന്റെ പർവ്വതമായ സീനായില് ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുകയാ. തിരിച്ചിറങ്ങി വന്നത് ക്ഷീണിച്ചല്ല കേട്ടോ, അവശനായിട്ടല്ല. ഇറങ്ങി വന്നപ്പോ അവന്റെ മുഖത്ത് തേജസ്സാ. ഇന്ന് രാത്രി യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശരിക്കും ആരാധിച്ച് ദൈവത്തിൽ നിന്ന് സമർപ്പിച്ച്, ഇത് ക്ഷീണിക്കാനുള്ളതല്ല, ഇത് തളരാനുള്ളതല്ല, ഇത് ബലപ്പെടാനുള്ളതാ. ജീസസ്, ജീസസ്. ശക്തിയെ പുതുക്കും. അടുത്തത് പറയുന്നത്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. സ്തോത്രം. കാത്തിരിക്കുന്നവരുടെ കുറിച്ച് പറയാ, അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ബൈബിളിൽ ഇങ്ങനെ കഴുകനെ കുറിച്ച് അവിടെ വെറുതെ പറഞ്ഞതല്ല, അതിനകത്തൊരർത്ഥമുണ്ട്. ഈ പക്ഷിവർഗങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് കഴുകന. ഈ സകല പക്ഷികളും കൊടുങ്കാറ്റ് വരുമ്പോ ഇത് മാറിപ്പോവും, എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. ഭയങ്കര കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഒളിച്ചിരിക്കും, അതിന് പറ്റിയല്ല. പക്ഷെ കഴുകൻ അപ്പോഴങ്ങ് എഴുന്നേക്കും, അവൻ പറക്കും, അവൻ്റെ 2 ചിറകും അങ്ങ് വിടർത്തും. ഈ കൊടുങ്കാറ്റിനെ തന്നെ ഉപയോഗിച്ച് ഇവൻ ഉയരത്തിൽ മേഘങ്ങളിലേക്ക് കയറും. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവൻ ഇന്നലെ വരെ അവന് വിരോധമായി വന്ന കൊടുങ്കാറ്റുകളെ
ഇന്നലെ വരെ അവനെ ഒളിപ്പിച്ചിരുത്തിയ കൊടുങ്കാറ്റുകളെ, ഇന്നലെ വരെ അവനെ ഭയപ്പെടുത്തിയ കൊടുങ്കാറ്റുകളെ തന്നെ അല്ലേ അവൻ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് പറക്കും. ഇനി അവനെ ഭയപ്പെടുത്താൻ ഈ കൊടുങ്കാറ്റിന് പറ്റത്തില്ല. ഇനി അവനെ തോൽപ്പിക്കാൻ ഈ കൊടുങ്കാറ്റിന് പറ്റില്ല. കാരണം അവൻ കഴുകനെ പോലെയാ. ഇന്ന് രാത്രി വചനങ്ങൾക്ക് ദൈവവൈതലേ, ഇന്നലെ വരെ ഭയപ്പെട്ടിരുന്ന കൊടുങ്കാറ്റുകൾ നിന്റെ പ്രാർത്ഥന മാറ്റിവെച്ച്, ആരാധന മാറ്റിവെച്ച്, എല്ലാം തകർന്ന് അവൻ ഒളിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കരഞ്ഞിരുന്ന നീ ഈ ദിവസങ്ങളൊന്ന് കാത്തിരിക്കാമെങ്കിൽ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും കേട്ടോ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും മേഘങ്ങളിലേക്ക്. അവന് കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് ഉയരത്തിൽ പറക്കും. നിന്നെ ഏതെങ്കിലും മൂലയിൽ ഇരുത്താൻ വേണ്ടിയാ ഈ കൊടുങ്കാറ്റ് വന്നത്. നിന്നെ ഒളിപ്പിക്കാൻ വേണ്ടിയാ. ഇനി നീ പറക്കണ്ടെന്ന് പറയാനാ, അല്ലേ? തകർക്കാൻ വേണ്ടിയാ, വീഴ്ത്തിക്കളയാൻ വരുന്ന കൊടുങ്കാറ്റാ. പക്ഷേ കഴുകൻ പറയും, നിന്നെ ഉപയോഗിച്ച് ഞാൻ ഉയരത്തിലേക്ക് പറക്കും. ജെഫിനെ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഒരാത്മികൻ കൊടുങ്കാറ്റിനെ ഭയപ്പെടില്ല, കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്നവൻ. അതാ ഉപവാസ പ്രാർത്ഥന വ്യാപരിക്കുന്ന ശക്തി. നിങ്ങൾ പ്രാർത്ഥിച്ച് നടക്ക്. ഇന്നലെ വരെ ഒരു വാക്ക് കേട്ടാൽ മൂലെ പോയിരുന്നവര്, ഇന്നലെ വരെ ഒരു പ്രശ്നത്തിന് നടുവിൽ ഭയപ്പെട്ടിരുന്നവര്, ഇന്നലെ വരെ ഒരു പ്രതിസന്ധിയുടെ അവിടെ നിരാശപ്പെട്ടിരുന്നവരോട് ആത്മാവ് പറയുക, അതിന് കാരണം നീ ഒരു കഴുകനെ പോലെ ആയില്ല, നിന്റെ ശക്തി പുതുകിയില്ല. അതുകൊണ്ടാ നീ ഭയപ്പെട്ടിരുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, കാത്തിരുന്ന് ശക്തിയെ പുതുക്കിയാൽ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റിന് മുകളിലൂടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കൊടുങ്കാറ്റുകൾ, രോഗത്തിന്റെ കൊടുങ്കാറ്റുകൾ, അപമാനത്തിന്റെ കൊടുങ്കാറ്റുകൾ, വെല്ലുവിളിയുടെ കൊടുങ്കാറ്റുകൾ ഇനി നിന്നെ തകർക്കത്തില്ല, ഇനി നിന്നെ ക്ഷീണിപ്പിക്കത്തില്ല. നീ അതിന് മുകളിൽ പറന്നു കയറും. അത് ഉപയോഗിച്ച് നീ ഉയരത്തിലേക്ക് പറക്കും. അതാ യഹോവയെ കാത്തിരിക്കുന്നവന്റെ പ്രത്യേകത. സമയം പോയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 2 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഒന്ന്, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 11-12 വാക്യം. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടിളക്കി, അല്ലേ, ചിറക് വിരിച്ചവയെ, ആ വാക്യം വായിച്ച മോളെ, പറക്കാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി നോക്കിയേ, ഞാൻ ആശയം പറയാം. നീ കഴുകനായാൽ നിന്റെ കുഞ്ഞുങ്ങള്, അല്ലേ, അവര് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ പോയ വഴിയെ നടത്താൻ പറ്റും. മക്കളെ, നിങ്ങളാരാ? സാധാരണ കുഞ്ഞുങ്ങളല്ല. കഴുകൻ എന്തായിരിക്കും പറയുന്നത്? നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കല്ലേ, നിങ്ങളിങ്ങനെ ക്ഷീണിക്കല്ലേ മക്കളെ? നീ ആരാ? കഴുകന്റെ കുഞ്ഞുങ്ങളാ. ഞാൻ ഈ കൊടുങ്കാറ്റൊന്നും പേടിക്കത്തില്ല. കാരണം യേശുപ്പച്ചൻ എൻ്റെ ശക്തിയെ പുതുക്കിയതാ. നീ അതുകൊണ്ട് കൂടിനകത്ത് ഒളിക്കാതെ. ഇന്ന് പിള്ളേർ വല്ലതും വന്ന് പറയുമ്പോൾ അയ്യോ സാരമില്ല മക്കളെന്നല്ലേ പറയാൻ പറ്റൂ? അവരോട് പറക്കാൻ പറയാൻ പറ്റുമോ? അല്ലേ? അവരോട് പറയണം നീ ആരാ. അവരോട് പറഞ്ഞാലല്ലേ അവർക്ക് അറിയൂ. ആയില്ലെങ്കിൽ ആകണമെന്ന് പറയണ്ടേ? നിങ്ങൾ വേഴാമ്പലും
മലങ്കാക്കിയുമൊക്കെ ആയിട്ടിരിക്കാതെ നിങ്ങൾ ആരാവണം? സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, കാത്തിരിക്കാൻ പഠിപ്പിക്കണം, ശക്തി പുതുകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. സ്തോത്രം, സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, പോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം നമുക്കെല്ലാം അറിയുന്നത്, ഈ കഴുകൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാമെന്നുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. കഴുകന് തൻ്റെ ശക്തിയെ പുതുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ കഴുകനെന്ന് പരാമർശിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം. എന്താണ്? 103-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കാം. കണ്ടോ? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ എന്തിനാ കഴുകനെ ഉപയോഗിച്ചത് വെച്ചാൽ, കഴുകൻ്റെ ശക്തി കുറയുമ്പോൾ, അല്ലേ, അതിൻ്റെ തൂവലുകൾ കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ അത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതേതെങ്കിലും ഉയർന്ന പാറയുടെ ഗഹ്വരത്തിൽ ചെന്ന് വിടവിൽ ചെന്നിരിക്കും. അവിടെ ചെന്നിരുന്നുകൊണ്ട് ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. അത് തൻ്റെ കൂർത്തുമൂർത്ത ആ ചുണ്ടുകൊണ്ട് തൻ്റെ ഈ രോമങ്ങളെല്ലാം കൊത്തിപ്പറിച്ച് കളയും. തൂവലുകൾ, അല്ലേ, തൻ്റെ ഈ ബലഹീനമായ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളയും. ഒടുവിലായിട്ട് ഇതിൻ്റെ ആ ചുണ്ടുണ്ടല്ലോ, ചുണ്ടിൻ്റെ എല്ലാം ശക്തി പോയി. ഇനി ആ കൂർത്ത ചുണ്ട് അതും കല്ലേൽ ഒരച്ചും അടിച്ചും ഇതും ഇളക്കി കളയും. നിങ്ങളിപ്പോൾ ഒന്ന് നോക്കിക്കുക അതിൻ്റെ ഇരിപ്പ്, അല്ലേ, എത്ര കഷ്ടം തോന്നും. ഉയരെ പറന്ന കഴുകനാണോ ഇത്? നമ്മുടെ ഈ പട്ടിക്കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ സോളമൃതൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ഒരു ഡോഗുണ്ട്. അത് ഭയങ്കര എന്താണ്, അതിൻ്റെ ദേഹത്ത് മൊത്തം അതിൻ്റെ രോമം ഒരുപാടുള്ള ഒരു ടൈപ്പ് ബ്രീഡാണ്. കണ്ണു പോലും കാണാൻ പറ്റത്തില്ലായിരുന്നു അതിൻ്റെ. അതുപോലെ നല്ല വില കൂടിയതാ, കൊച്ചുതാ. വീടിനകത്താണ് അത് വളരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടം തോന്നി. വലിയ സ്നേഹമാണ്. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കത്തില്ല, ഇങ്ങ് വരും. കൺവെൻഷൻ സമയത്ത് പോയപ്പോൾ കണ്ടതാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്നെ അവിടെ മീറ്റിങ്ങിന് വിളിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരെണ്ണം ഇറങ്ങി വരുന്നു വെളിയിലോട്ട്. അതെന്നാന്നറിയോ? കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ രോമമൊക്കെ എന്ത് ചെയ്തു? മൊത്തവും അങ്ങ് വടിച്ചു കളഞ്ഞതുപോലെ കളഞ്ഞു. അങ്ങനെ ഡ്രിം ചെയ്യുന്നതാ. അപ്പോൾ കണ്ടാൽ നമുക്ക് അതിനൊരു ഭംഗിയും തോന്നില്ല. അതാന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം നോക്കിക്കേ, ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ഇപ്പം പറക്കാൻ പറ്റത്തില്ല, അല്ലേ, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ ആ ഇരിപ്പിന് ഒരു ഉദ്ദേശമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കഴുകൻ്റെ ആ കാത്തിരിപ്പിന് ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അതിനറിയാം. കുറച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നഷ്ടപ്പെട്ടു പോയ തൂവലുകൾക്ക് പകരം കരുത്തുറ്റ തൂവലുകൾ എനിക്ക് വരും. ജീസസ്. നഷ്ടപ്പെട്ട ഈ കൊക്കിന് പകരം, അല്ലേ, കരുത്തുറ്റ ബലമുള്ളത് വരും. കരുത്തുറ്റ നഖങ്ങൾ എനിക്ക് കിട്ടും, അല്ലേ. കരുത്തുറ്റ ഒരു കഴുകനായി ഞാൻ രൂപാന്തരപ്പെടും. ആ പ്രോസസ്സിങ്ങിലാണ് അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നത്. എത്ര തടസ്സം ചെയ്താലും ആ കാത്തിരിപ്പ് മാറ്റത്തില്ല. ആ കാത്തിരിപ്പിന് ലക്ഷ്യം പഴയതിനേക്കാൾ ശക്തിയോടെ എനിക്ക് പറക്കണം. പഴയതിനേക്കാൾ ശക്തിയോടെ കൊടുങ്കാറ്റിന്റെ മുകളിലേക്ക് എനിക്ക് പറന്നു കയറണം. അതാ കാത്തിരിപ്പ്. കഴുകൻ തൻ്റെ ഹല്ലേലൂയ ശക്തിയെ പുതുക്കുന്നത് പോലെ ഒരാത്മികൻ പ്രാർത്ഥനയ്ക്ക് വന്നത്, ദൈവത്തെ കാത്തിരിക്കുന്നത്, ഉപവസിക്കുന്നത് വെറുതെ അല്ല. അതിനൊരു ലക്ഷ്യമുണ്ട്. ഒരു കരുത്ത് പ്രാപിക്കണ, ഒരു ശക്തി പ്രാപിക്കണ, ഒരു ബലം പ്രാപിക്കണ. തന്നെ കാത്തിരിക്കുന്നവരുടെ മേൽ അവൻ തന്റെ ആത്മാവിനെ പകരം. ഇന്ന് പകൽ വചനം കേൾക്കുന്നവരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. നിന്നെ ശക്തീകരിക്കുക, നിന്നെ ബലപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് കാത്തിരിക്കുമോ? ഒന്ന് കാത്തിരിക്കുമോ? ഒന്ന് നിലവിളിക്കുമോ?
ആള് മാറിയവരെ പോലെ ആളുമാറിയവരെ പോലെ ശരിയായി കാത്തിരിക്കാമെങ്കിൽ, ശരിയായി പ്രാർത്ഥിക്കാമെങ്കിൽ, ശരിയായി ദൈവത്തെ നോക്കാമെങ്കിൽ ഒരു വ്യത്യാസം ഈ ദിവസങ്ങളില് നിങ്ങളുടെ മേൽ വരോ. നിങ്ങൾക്ക് മാത്രമല്ല, അവന് ദൈവസഭയ്ക്ക് വരും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവർ ശക്തിയെ കഴുകനെ പോലെ അവരെന്ത് ചെയ്യും? ചിറകടിച്ച് കയറും. അവസാനം അവിടെ എഴുതിയിരിക്കുന്നു, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും. ഇല്ലേ? തളർന്നു പോകാതെ ഓടുകയും. അത് രണ്ട് കാര്യം വിശദീകരിക്കേണ്ടതാണ്. നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓട്ടവും നടപ്പും പ്രത്യേക വിഷയമാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കാം. ഒരു കാര്യം, കാത്തിരിപ്പ് വെറുതെ അല്ല. എല്ലാ കണ്ണുകളും ദൈവം ഭാഗ്യം ഒന്ന് അടച്ചാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിയോഗത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നോട് ദൈവം ഇടപെടുന്ന വചനങ്ങളൊക്കെ അങ്ങനെയാ. എനിക്ക് തരുന്ന നിയോഗങ്ങളതാ. ഒരുപക്ഷെ ദൈവമക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. പാസ്റ്റർ എല്ലായ്പ്പോഴും പറയുന്ന പോലെ അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്ത്, ഇതൊരു നിയോഗത്തിൻ്റെ പേരിലാ. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നിയോഗം നിങ്ങളും ഏറ്റെടുക്കണം. ജീസസ് നമ്മളിങ്ങനെ വെറുതെ വന്ന് ആരാധിക്കുന്ന ചടങ്ങിൻ്റെ ആളുകളായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരും ഈ നിയോഗങ്ങൾ ഏറ്റെടുക്കണം. ദൈവത്തിന് നിങ്ങളെ വ്യത്യാസപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെ ശക്തിയെ പുതുക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെ ഒരു കഴുകനെ പോലെ നിങ്ങളുടെ യൗവനം പുതിയ വരത്തക്കവണ്ണം നിങ്ങളുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ലക്ഷ്യമില്ലാതെ ഈ പ്രാർത്ഥനയ്ക്ക് വരരുത്, ഉദ്ദേശമില്ലാതെ വരരുത്. ഒരു ലക്ഷ്യത്തോടെ വാ. വീട്ടിൽ പോയാൽ ഒരു ലക്ഷ്യം വെക്കണം. പ്രാർത്ഥനയ്ക്ക് മുടങ്ങാൽ മടക്കുമ്പോൾ ഒരു ലക്ഷ്യം വെക്കണം. ലക്ഷ്യത്തോടെ ആണെങ്കിൽ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യോ. കഴിഞ്ഞ കാലങ്ങളെ പോലെ അല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില അത്ഭുതങ്ങളെ ചെയ്യാനിടയായിത്തീരും. ആ മാറ്റം നിങ്ങൾ അറിയും. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ പറയും, യെസ് കർത്താവേ, എനിക്കൊരു മാറ്റം വന്നു. ഇനി കൊടുങ്കാറ്റ് ഞാൻ ഭയപ്പെടില്ല. ഇനി കൊടുങ്കാറ്റിന് മുമ്പിൽ ഞാൻ ക്ഷീണിക്കില്ല. ഞാൻ അതിന് മുകളിലേക്ക് കയറും. കടഭാരം ഇനി എന്നെ ഞെരുക്കത്തില്ല. സാമ്പത്തിക തകർച്ച മാത്രമല്ല, അവൻ രോഗം ഇനി എന്നെ ക്ഷീണിപ്പിക്കത്തില്ല. ഞാൻ അപമാനം കേട്ടിനി ക്ഷീണിച്ചു നിൽക്കില്ല. ഞാനതിനെ എനിക്ക് മുന്നോട്ട് കയറാനുള്ള ആമേൻ ഒരു വഴിയായി കാണുകയാ. ഉയരത്തിലേക്ക് പറക്കാൻ ജീസസ് ഒരു കഴുകനെ പോലെ പറന്നു കയറാൻ ഞാനത് ഉപയോഗിക്കാൻ പോകുകയാ. ഇന്ന് പകൽ ആത്മാവ് ചിലരെ ശക്തിപ്പെടുത്തുകയാ. ആത്മാവ് ചിലരെ രൂപപ്പെടുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ